സൺഡേ ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിട്ടോ. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഫുഡ് കഴിച്ചാലെന്നുള്ള തീരുമാനത്തിലെത്തിയത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അത്യാവശ്യം വെറൈറ്റിയും അങ്ങനെ എല്ലായിടത്തും കിട്ടാത്തതുമായിട്ടുള്ള ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു ഷോപ്പ്. അങ്ങനെ ഞാനും വൈഫും അതേപോലെ എൻ്റെ രണ്ട് സുഹൃത്തുക്കള് അക്ഷയ്, പ്രണവ്, അക്ഷയുടെ ഏട്ടൻ, വൈഫ്, അങ്ങനെ ഞങ്ങൾ 5-8 പേരുണ്ടായിരുന്നു. ഞങ്ങള് അവിടെ എത്തി. നല്ല മഴയായിരുന്നു കേട്ടോ. മഴ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് മഴയൊക്കെ ചോർന്നു. അങ്ങനെ ഞങ്ങള് ഹോട്ടലിലേക്ക് കയറി. ഞങ്ങൾ 5-8 പേരുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഫാമിലി റൂം തന്നെ വേണമെന്ന് പറഞ്ഞു. കുറച്ചു നേരം കാത്തിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഹാൻഡ് വാഷ് ചെയ്യാൻ പോയി. പോയ സമയത്ത് നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ, എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ ആ പ്ലാനിങ് വാഷ്റൂമിൽ വെച്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് വാരിയല്, പോത്തിന്റെ വാരിയല് കഴിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. കുറെ കാലമായിട്ട് ഇവിടെയാണ് കിട്ടുന്നത്. പോത്തിന്റെ കാല് കിട്ടില്ല ഇവിടെ. അപ്പൊ വാരിയല് തന്നെ നമുക്ക് ആക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ കൈയൊക്കെ കഴുകി നേരെ അങ്ങോട്ട് എത്തിട്ടോ. അങ്ങനെ ഞങ്ങളെ കൂടെ 2-3 കുട്ടികളുണ്ട്. അക്ഷയുടെ കുട്ടി, അക്ഷരേട്ടന്റെ കുട്ടി. അക്ഷയുടെ ഏട്ടന്റെ കുട്ടിയാണ് കേട്ടോ അത്. ഏകദേശം ഒരു 4 വയസ്സൊക്കെ പ്രായമാണ്. നല്ല പ്രായമാണ്, ഇപ്പൊ പൊട്ടിത്തെറിയുടെ സമയമാണ്. അതേപോലെ തന്നെ അക്ഷയുടെ കുട്ടിയാണത്. അവൾക്ക് ഇപ്പൊ ഏകദേശം 1-2 വയസ്സേ ആവുന്നേ ഉള്ളൂ. രണ്ടുപേരും ഭയങ്കര കാന്താരികളാണ്. അങ്ങനെ അവൾക്ക് അവളുടെ ചാട്ടം നിൽക്കാൻ വേണ്ടിയിട്ട് അവൾക്കൊരു പ്ലേറ്റ് ഒക്കെ കൊടുത്ത് അവൾക്ക് സീറ്റ് കിട്ടി. അവൾ അവിടെ എത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ഐറ്റംസ് എത്തിട്ടോ. ഇതാണ് പോത്തിന്റെ വാരിയല്. അടിപൊളി സാധനമായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അൽഫാമൊക്കെ വന്നിരുന്നു, പക്ഷെ അൽഫാമിന്റെ ടേസ്റ്റ് നമുക്ക് അറിയാലോ. ഏതായാലും വാരിയല് അടിപൊളിയായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ബീഫ് കഴിക്കാത്ത ഒരാളാണ്. എനിക്ക് വയറുവേദന ഉണ്ടാകുന്ന ഒരു ഇതുണ്ടായത് കൊണ്ട് ബീഫ് അങ്ങനെ കഴിക്കില്ല. പക്ഷെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ ടേസ്റ്റ് ആണ്. ഞാൻ അത്യാവശ്യം തിന്നത്. എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു വയറുവേദനിക്കോ എന്നുള്ളത്. വയറൊന്നും വേദനിച്ചില്ല. അത്യാവശ്യം ഓവറായിട്ട് കുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വയറുവേദനയുടെ പേടിയൊന്നും പേടിക്കണ്ട. അങ്ങനെ വാരിയലിന്റെ കൂടെ നമ്മൾ ബുഹാരി റൈസ് എന്ന് പറഞ്ഞിരുന്നു. റൈസ് എന്ന് വരുന്നതിന്റെ മുന്നേ തന്നെ വാരിയലിൽ ഏകദേശം എല്ലായിട്ടും മാറിട്ടോ. കാരണം നല്ല രസമാണ് കഴിക്കാൻ. എല്ലാവരും ഇങ്ങനെ നുള്ളിപ്പിച്ചെടുത്ത് ഏകദേശം കഴിച്ചു കഴിഞ്ഞിരുന്നു. റൈസ് എത്തി. നമ്മൾ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ബുഹാരി റൈസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് ഫ്ലേവറും കാര്യങ്ങളൊന്നും വലിയ മാറ്റമൊന്നുമില്ല. മന്തി റൈസിനെ പോലെ തന്നെ ഒരു റൈസ് കിട്ടോ. നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് പറഞ്ഞതാണ്, അത്ര വലിയ സംഭവമായില്ല. അങ്ങനെ റൈസ് എത്തി. കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിച്ചു കൂട്ടാം. ഞങ്ങള് ഈ ഒരു ഫുഡ് കഴിക്കാൻ പോക്ക് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 4 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ തന്നെ 3 മണിയായിരുന്നു. അതുകൊണ്ട് തന്നെ വാരി വലിച്ചൊന്നും കഴിക്കാൻ പറ്റിയില്ല. പാകത്തിന് കഴിക്കാനേ പറ്റുള്ളൂ. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു മിന്റ് ലൈം കിട്ടിട്ടോ. എല്ലാവർക്കും ഓരോ മിന്റ് ലൈം പറഞ്ഞിരുന്നു. മിന്റ് ലൈം അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ കുഴപ്പമില്ല. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഫുഡൊക്കെ അടിപൊളി, പക്ഷെ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ജ്യൂസ് സംഭവങ്ങളൊക്കെ ഇപ്പോൾ അത്ര പെർഫെക്റ്റ് ആവില്ല. പക്ഷെ ഇത് അടിപൊളിയായിരുന്നു. അങ്ങനെ മിന്റ് ലൈമും ആ ഫുഡൊക്കെ കഴിച്ച് ബില്ല് വന്നു കേട്ടോ. ബില്ല് അത്യാവശ്യം നല്ലൊരു ബില്ലായി. ബില്ല് കൊടുക്കുന്ന മഹാനായ വ്യക്തി ഇതാണ് കേട്ടോ. പ്രണവാണ് ഫുഡിന്റെ ബില്ല് കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി എത്തിയപ്പോഴാണ് മോനിഷയുടെ ഏട്ടന്റെ കുട്ടി, ഏട്ടന്റെ വൈഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ അവരെയും കണ്ട് നേരെ അവക്ക് ഒരു വർക്ക് ഉണ്ട്. അവക്ക് ഒരു മെറ്റേണിറ്റി ഫോട്ടോ ഷൂട്ടിന് ഒരു ഡ്രസ്സ് അടിക്കാനുണ്ട്. അതിനുള്ള മെറ്റീരിയൽ എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുണിക്കടയിൽ പോയി. അങ്ങനെ അവക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇന്ന കളർ വേണം. ചേച്ചിക്ക്, നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു ചേച്ചി തന്നെയാണ് വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ കളറ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവളെ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ അവള് ചേച്ചിക്ക് വീഡിയോ കോളൊക്കെ ചെയ്ത് ഏത് കളറാണോ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ചേച്ചിയുടെ ഇഷ്ടപ്രകാരം ഒരു തുണി എടുക്കുകയാണ്. അങ്ങനെ അവളുടെ തുണിയെടുക്കലൊക്കെ അത്യാവശ്യ സമയം നീണ്ടു കേട്ടോ. കട്ട പോസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങള് തുണിയൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ.